നമ്മളിന്നൊരു സിമ്പിൾ കടലക്കറി വെക്കുകയാണ്. തലേദിവസം വെള്ളത്തിലിട്ട കടലയും ഇത്തിരി മഞ്ഞളും വെള്ളവും ചേർത്ത് ആദ്യം നമുക്കൊന്ന് വേവിച്ച് വെക്കാമേ. അതിനുശേഷം തേങ്ങ, ഇത്തിരി മുളക് പൊടി, ഇത്തിരി മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഇത്തിരി മസാലയ്ക്കുള്ള വക ഇത്തിരി പെരിഞ്ചീരകം കൂടി ഇട്ടാൽ നമുക്കത് ആവശ്യത്തിനാവും. 2 കുരുമുളക്, 1 ഗ്രാമ്പു, ഒരു സ്റ്റാറിൻ്റെ 1 അല്ലി, ശകലം പട്ട, ഇത്തിരി പെരിഞ്ചീരകം, ഇത്രയും മതി. ഇതൊന്നും ചരച്ചിട്ട് വറക്കാനൊന്നും നിൽക്കണ്ട. കാരണം നമ്മളിത് കടുക് വറക്കുമ്പോൾ നമ്മൾ ആ കടുക് വറക്കുന്നതിനകത്തൊരു മസാല ഒന്ന് മൂപ്പിക്കും. മസാല നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു വിശാലമായ കടുക് വറപ്പിലേക്കാണ് പോകുന്നത്. തേങ്ങായ, ഇത്തിരി കരിയാപ്പില, ചെറിയ ഉള്ളിയും വറ്റൽമുളകും, തക്കാളി വേണ്ടവർക്കിടാം. ഞാനൊരു ശകലം ഇടും, 1 തക്കാളിയുടെ പകുതിയേ ഉള്ളൂ. നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് കുറച്ച് കടുകിട്ട് കഴിഞ്ഞ് നമ്മൾ ചെറിയ അതൊന്ന് മൂക്കുമ്പോഴേക്കും കൂട്ടത്തിൽ കരിയാപ്പില ഇട്ടു. ഇത് തേങ്ങ കൊത്ത്, ശകലം തേങ്ങ കൊത്ത് ഇട്ടിട്ടുണ്ട്. തേങ്ങ മൂത്തിട്ടുണ്ട്. ഞാൻ ആ മസാല അരപ്പാണ് ഇടുന്നത്. നമ്മൾ നേരത്തെ അരച്ച് വെച്ച മസാല നമ്മളിട്ട് മൂപ്പിക്കുകയാണ്. മസാല നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നല്ലൊരു മൂത്ത മണമൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒരു 1/2 മുറി തക്കാളി ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. മസാല ഇടുന്നതിന് മുമ്പ് തക്കാളി ഇട്ടാൽ മസാല മൂത്ത് വരില്ല. കാരണം ഈ തക്കാളിയിൽ നിന്നും കുറേ വെള്ളം ഇറങ്ങി മസാല മൂക്കാൻ താമസിക്കുക. അപ്പോൾ നമ്മൾ മസാല മൂപ്പിച്ചിട്ട് ആണ് ഞാൻ തക്കാളി ഇടുന്നത്. വളരെ കുറച്ചേ ഉള്ളൂ, ഒരു പകുതി, ഒരു തക്കാളിയുടെ പകുതി. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുക. നമ്മളിത് കടലക്കറിയിലേക്ക് ഒഴിക്കുകയാണ്. ഒന്ന് തിളച്ചൊരു 2-3 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പം നല്ല കടലക്കറിയാകും. നമ്മുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട്. പുട്ടിൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെയും കഴിച്ചു നോക്കും, നന്നായിരിക്കും.